നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വർഷ അപകടത്തിലാണെന്ന് ചേച്ചി പറഞ്ഞല്ലോ. എന്താ അവളുടെ പ്രശ്നം? അവളുടെ പ്രശ്നം ഭർത്താവ് വിക്രം തന്നെ. അവൻ ആയുർവേദത്തിന്റെ മരുന്ന് ബിസിനസ് ഒന്നുമല്ല, കൊടും ക്രിമിനൽ അവൻ. ഈ വൃത്തികെട്ടവന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചുകൊണ്ടിരിക്കല്ലേ, അനുസരിക്കാതിരിക്കാനും പറ്റുമോ? തുടർച്ചയായിട്ട് ലീവ് എടുത്താൽ ആകെയുള്ള ജോലിക്കാര്യം കുഴപ്പത്തിലാവും. പിരിച്ചുവിടാനും മടിക്കാത്ത മാനേജ്മെന്റാ. ഒടുവിൽ ജോലിയില്ല, സാഗർ തരുന്ന പണം നിലച്ചാൽ തെണ്ടിയത് തന്നെ. അർഹതയില്ലാത്ത പണത്തിൽ കണ്ണുവച്ചാല് ആപത്തായിരിക്കും ഫലം. എന്നുവെച്ച് കാശ് പറ്റി സാഗറിനെ അനുസരിക്കാതിരുന്നാൽ അവന്റെ കൈക്കരുത്ത് അനുഭവിക്കേണ്ടി വരും. എന്തായാലും വന്ദനയുടെ നീക്കങ്ങൾ ശ്രദ്ധിച്ചേ മതിയാവും. ഇവള് തന്നെയാ. ചതിച്ചല്ലോ, അവൾ ഓട്ടവും പിടിച്ചു. പിന്തുടരാം. വന്ദനെന്താ ഇവിടെ നിൽക്കുന്നേ? ഓട്ടോ കാത്ത് നിൽക്കുകയാണോ? ഈ വഴി ഓട്ടോ വരുന്ന കുറവാ. എവിടേക്കാ പോകേണ്ടത്? ഞാൻ ലിഫ്റ്റ് തരാം. വേണ്ട, വെറുതെ ശല്യം ഉണ്ടാക്കാതെ ഒന്ന് പോയി തരൂ. ശരി, അപ്പോ എന്റെ സഹായം വേണ്ട അല്ലേ? വേണ്ട. then ഓക്കെ. ഇവനേതാ? ഞാൻ വാക്ക് പാലിച്ചല്ലോ, വളരെ സന്തോഷം. നമുക്ക് കുറച്ച് മാറി നിന്ന് സംസാരിക്കാം. ശരി. ശ്യാമിന് പഴയ ഉത്സാഹമൊന്നും കാണുന്നില്ലല്ലോ. എന്തു പറ്റി ശ്യാമേ? ഞാൻ അച്ഛൻ്റെ വീട്ടു തറങ്കലില്ല ചേച്ചി. ഞാനേതോ പ്രണയബന്ധത്തിൽ പെട്ടുപോയെന്ന അച്ഛൻ്റെ സംശയം. പുറത്തങ്ങ് ഇറങ്ങാൻ അനുവാദമില്ല. ഒടുവിൽ അച്ഛൻ്റെ മൗനാനുവാദത്തോടെ പുറത്തിറങ്ങി. ചേച്ചിക്ക് തന്ന വാക്ക് പാലിക്കണ്ടേ? ശോമിനെ വിളിച്ചു വരുത്തി വന്ദന എന്താണാവോ സംസാരിക്കുന്നത്? ജഗനും അവരെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, അതെന്തിനാണ്? ഇനി അവനും സാഗർ കാശ് കൊടുക്കുന്നുണ്ടോ? വർഷ അപകടത്തിലാണെന്ന് ചേച്ചി പറഞ്ഞല്ലോ. എന്താ അവളുടെ പ്രശ്നം? അവളുടെ പ്രശ്നം ഭർത്താവ് വിക്രം തന്നെ. അവൻ ആയുർവേദത്തിന്റെ മരുന്ന് ബിസിനസ് ഒന്നുമല്ല, കൊടും ക്രിമിനൽ അവൻ.
വിവാഹ ദിവസം വർഷയുടെ കഴുത്തിൽ താലി കെട്ടുന്നതിന് മുൻപ് അവൻ മണ്ഡപം വിട്ട് ഇറങ്ങിപ്പോയില്ലേ? സംശയം തോന്നിയപ്പോ അവനറിയാതെ ഞാൻ അവനെ ഫോളോ ചെയ്തു. വിക്രം ചെന്നു കയറിയ മുറിയിൽ ഞാൻ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. ഒരു ശുഭകാര്യത്തിന് മുൻപ് ഒരു കുരുതി നല്ലതാന്ന് പറഞ്ഞിട്ടാ വിക്രം കൊല്ലാൻ ആജ്ഞ കൊടുത്തത്. എല്ലാം ഞാൻ മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വന്ദനയ്ക്ക് അവനുമായിട്ട് വല്ല സോഫ്റ്റ് കോർണറും ഉണ്ടോ? ഇനി അവർ തമ്മിൽ പ്രണയമെങ്ങാനും? ഇനി അതായിരിക്കോ വന്ദന എന്നെ ഒഴിവാക്കി കളയുന്നത്? കൊടും ചതിയായി പോയാലോ ചേച്ചി. വിക്രമിന് ഇങ്ങനൊരു മുഖമുണ്ടെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. വർഷ അവള് പാവാ. എങ്ങനെയും വർഷയെ രക്ഷിക്കണേ ശ്യാമേ. അതിന് ശ്യാമിന്റെ സഹായം വേണം. ശ്യാമല്ലാതെ മറ്റാരുമില്ല എനിക്കിപ്പോ. വർഷയെ രക്ഷിക്കാൻ ഞാൻ എന്തും ചെയ്യും. ഞാൻ ചേച്ചിയുടെ ഒപ്പം ഉണ്ടാവും. വർഷയെ രക്ഷിക്കാൻ ജീവൻ കൊടുക്കാനും ഞാൻ തയ്യാറാണ്. അവളെനിക്ക് അത്രയ്ക്ക് ജീവനയച്ചി. ഈ വിവരം തൽക്കാലം ശ്യാമ ആരോടും പറയരുത്. നമ്മൾ രണ്ടുപേരും മാത്രമേ ഇപ്പത് അറിയാവൂ. വിക്രമിനെ കുറിച്ച് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മാത്രമേ ഇതെല്ലാം പരസ്യപ്പെടുത്താവൂ. ഒന്നുകൂടി പോവാം. ഇയാളതൊരു ശല്യമായല്ലോ. ഇവിടെ ഇത്രയധികം സ്ഥലമുള്ളപ്പോ എന്തിനാ ഞങ്ങൾക്കിടയിലൂടെ തള്ളിക്കേറിയ ഒരു പോക്ക്? ഇതൊന്നും സംസ്കാരമുള്ളവർക്ക് ചേർന്ന പണിയല്ല. വാശ്യാമേ, നമുക്ക് ആ ഭാഗത്തേക്ക് മാറി നിൽക്കാം. ഒരു ശല്യങ്ങള്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.